വീട്ടിലെത്തി മുത്തശ്ശനെ കാണാമെന്ന് കരുതി. പക്ഷെ അവൾ അറിയാതെ പോയി അതേ ദിവസം തന്നെ അവളുടെ മുത്തശ്ശൻ ആ നാടൻ ഗ്രാമവും വിട്ട് പോകുമായിരുന്നുവെന്ന്. അവൾ ഡാഫിയിലെത്തിയ ശേഷമാണ് ആ കാര്യം അവൾ അറിയുന്നത്. അദ്ദേഹം പോയി. ഗ്രാമത്തിനുള്ള പുതിയ കണ്ടുപിടുത്തത്തിന് നന്ദി. ഹൈഡി തിരികെ വന്നുവെന്ന് കൃത്യമായി തന്നെ അവളുടെ മുത്തശ്ശനെ അറിയിക്കാൻ കഴിഞ്ഞു. അവർ ഒന്നിച്ചപ്പോൾ വികാരഭരിതരായി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഞാനും നിന്നെ മിസ് ചെയ്യും. പിന്നെ മിസ് റോട്ടൻബെയറിനോട്. വളരെ നന്ദിയുണ്ട് സാർ. ഇതൊരു നല്ല ഓർമ്മയായിരുന്നു. സെസ്മനോട് എന്റെ നന്ദി അറിയിക്കണം. ഹൈഡി ഇങ്ങോട്ട് തിരിച്ചയച്ചിരുന്നു. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാം. പക്ഷെ വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. തീർച്ചയായും സാർ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. ഓട്ടെ സാർ. ശരി ഹൈഡി. ഇത്ര നേരത്തെ അവൻ വരില്ല. അവൻ ആളുകളെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. സമയമുണ്ട്. നമുക്കൊരു വേട്ടയ്ക്ക് പോയാലോ? ഇതുപോലുള്ളത് എവിടെ കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വരുന്നോ? അതെ, ഉറപ്പായും. ഇതെവിടെയുള്ളത്? അതെ, അങ്ങോട്ട് ഇപ്പൊ വേഗം പോകാൻ സാധിക്കും. ഞാൻ ഇറങ്ങി ഒരിക്കലും അങ്ങോട്ട് പോകില്ലായിരുന്നു. വളരെ അപകടം പിടിച്ച സ്ഥലം അത്. നിനക്ക് എന്തറിയാം അതിനെ പറ്റി? നിനക്ക് കിട്ടിയ മെഡലുകളുടെ കാര്യം മാത്രം നോക്കി അവിടെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ നീ ചെയ്തോ. അവസാനം കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ചിലപ്പോൾ ശരിയായിരിക്കും. ഇങ്ങോട്ട് വാടാ വില്യം. വെറുതെ ഒരു പേടിത്തോടെ പോയി നിൽക്കാതെ ഇന്നത്തെ ദിവസം എല്ലാരെയും പോയി കളിച്ച് കളയാനേ എനിക്ക് വയ്യ. നീ വരുന്നോ? ശരി ശരി, നിന്റെ ഇഷ്ടം. ഇനി മേലെ എന്റെ കൂട്ടുകാരനാവണമെന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ശരി, നിൽക്കൂ. ഞാനും വരാം നിന്റെ കൂടെ. ഒരിടത്ത് അതിമനോഹരിയായ ഒരു സുന്ദരി ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു ആ നാട്ടിലെ രാജാവിന് ഇങ്ങനെ സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളതായി. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഇത് വളരെ നന്നായിട്ടുണ്ട് ഹൈഡി. ഫ്രാങ്ക്ഫർട്ടിലെ മുത്തശ്ശി പറഞ്ഞു തന്നതാ. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, ഞാൻ പഠിക്കാൻ പോകാമെന്ന്. ഈ മഞ്ഞുകാലത്ത് ഗ്രാമത്തിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് മഞ്ഞ് കാണും. അതൊക്കെ ഞാൻ പോയിക്കോളാം. ഞാൻ മഞ്ഞ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അതിരാവിലെ എഴുന്നേൽപ്പിൽ വരും അവിടെ എത്താൻ. അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ സ്കൂളുള്ള ദിവസം പീറ്ററിന്റെ കൂടെ നിൽക്കാം. നമുക്കങ്ങനെ ബ്രിജേറ്റിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ലല്ലോ. ഓ, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇനി ഞാൻ ഗ്രാമത്തിലേക്ക് ഒരിക്കലുമില്ല. അതിനെ കുറിച്ച് ഇനി സംസാരിക്കണ്ട. പക്ഷേ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ വായിച്ചത്? ഇതുപോലെ ഇനി നന്നായി പഠിക്കണം. കണക്ക്, ചരിത്രം. ഗ്രാമത്തിലെ വീട്ടിൽ എന്റെ കുറെ പുസ്തകങ്ങൾ കിടപ്പുണ്ട്. നിനക്ക് ആവശ്യമെങ്കിൽ ഞാൻ അത് എടുത്തു തരാം. അത് വേണ്ടി വരും. പക്ഷേ എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് പോട്ടെ. Have a good day, Mutasha. നിനക്കും അങ്ങനെ തന്നെ ആകട്ടെ. ഗുഡ് മോർണിംഗ് ഹൈഡി. എന്റെ ഗിഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതെ, ഇത് വളരെ മനോഹരമായ ഒരു വിസിലാ. താങ്ക് യു ഹൈഡി. ഓ, പീറ്റർ, എന്താ വിശേഷം? ഓ, വൈസ്, മടിയ. ഓ, ഡേസി, നീ സുന്ദരിയായിട്ടുണ്ട്. ഓ, ഗോഡ് ഫ്രണ്ട്സ്, നിനക്ക് എന്താ പറ്റിയത്? അവൾ അമ്മയാവാൻ പോവാ. ഓ, കുഞ്ഞാട്, വളരെ നന്നായി. നമുക്കൊരു കുട്ടിയാട് കൂടി ആവുകയും ചെയ്യും. ഗോൾഫ് എഞ്ചിനൊരു കൂട്ടും ആവും ഹൈഡി. എപ്പോൾ? ഉടനെ തന്നെ ഉണ്ടാവും. നിന്റെ
ആട്ടിടത്തിയായുള്ള ആദ്യ ദിവസത്തിലേക്ക് പോയാലോ നമുക്ക്? എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഓ, അപ്പോ പോയാലോ? എന്ത് പറയുന്നു? അതെ. എന്താ പോകുന്നില്ലേ? നീ ആദ്യം പറയാ, നീയാ ഇന്നത്തെ ആട്ടിടേക്ക് ഹൈഡി? അവർ നിന്റെ ഉത്തരവിനായിട്ട് കാത്തിരിക്കുക. ഹപ്പ, പോകാം. ഹപ്പ, ഹിപ് ഹിപ്, ഇതുവഴി. വരൂ. ഇതിലെ കുഞ്ഞാടെ, ഇങ്ങോട്ട് വാ. ഹപ്പ, ഹിപ് ഹിപ്, ഇതിലെ. രചന, ഇവിടെ വരൂ. ഹിപ് ഹിപ്, ഇതുവഴി. തിരിച്ചു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിനക്കറിയോ, സെസ്മന്റെ വീട്ടിൽ എല്ലാത്തിനും കുറ്റമാണ്. എല്ലാത്തിനും കുറ്റമാണോ? അതെ, അത് മാത്രമല്ല, പുറത്തൊന്നും പോകാനും കഴിയില്ല. എന്തെങ്കിലും സോൾസം മാത്രമേ മിണ്ടാൻ പറ്റൂ. അത് വളരെ കഷ്ടമാണല്ലോ ഹൈഡി. അവിടെ എന്താ അങ്ങനെ? അവിടെ നഗരത്തിൽ ഇങ്ങനെയൊക്കെയാണ്. മിസ് റോട്ടൻമാർ അവിടുത്തെ യജമാനത്തി. അവർ എപ്പോഴും ക്ലാരെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവർ സുഖമില്ലാത്ത കുട്ടിയാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ക്ലാരയ്ക്ക് സുഖമാവും. ഡേസി, മറ്റുള്ളവരുടെ കൂടെ വാ. നിനക്ക് ഞാനത് തരുന്നുണ്ട്. അതിമനോഹരമായിട്ട് നീ അവളെ തിരികെ കൊണ്ടുവന്നല്ലോ ഹൈഡി. This program for powered by Kopi Nano Chariyaguda, Valiyapur. ഇതിന്റെ ഐഡിയയാണ് കഠിനമായ അഴുക്കിനെ പെട്ടെന്ന് അലിയിച്ചുകളയും. അതിനാൽ തുണി മൂലവും സുരക്ഷിതമായി ഉജാലയിടുന്നത് അഴുക്കിനെ ജോസഫ് ഇവിടെ വന്നാൽ മതി. എന്റെ മനനേരെ. വീട്ടിലേക്ക് സ്വാഗതം ഹൈഡി. അതെ, അവൻ തിരിച്ചെത്തി. അയ്യോ ഹൈഡി. ഇത് വളരെ മനോഹരമാണ്. ഞാൻ വല്ലാതെ ഓർക്കുമായിരുന്നു. ഈ മറന്നുകൾ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു ഹൈഡി. ഓ, അയ്യോ നോക്ക്, അതെന്താ വരുന്നേന്ന്? ഓ, കാർമേഘം. ചിലപ്പോൾ അത് പോകുന്നതോ. അല്ല, മേഘങ്ങൾ ഇങ്ങോട്ടാ വരുന്നത്. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോണം ഹൈഡി. പക്ഷേ ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചു നേരം കൂടി കിട്ടും, ഏകദേശം ഒരു ഉച്ച വരെ. ശരി, ഇനി നമുക്ക് നോക്കാം എത്ര അമരോത്സ കിട്ടുമെന്ന്. സേഫ് ആണോ ഇത്? ഇതാണ് ക്രീസിൽ പിടിക്കാൻ പറ്റിയ സമയം. എല്ലാ കുഴികളും ഇപ്പോ വാറ്റി വരണ്ട് കിടക്കുകയാണ്. ഇങ്ങോട്ട് വാ വില്യം, ഇതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പേടിയൊന്നുമില്ല. നന്നായി. എനിക്ക് ഒരെണ്ണം കിട്ടി. ഇത് എന്ത് വലുതാണ്. വില്യം, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ നല്ലൊരു സ്ഥലമാണെന്ന്. വളരെ നന്നായിട്ടുണ്ട്.
ശരിയാ, അവൾക്ക് വായന ഇഷ്ടമാണ്, അവളുടെ അച്ഛനെ പോലെ. അവളുടെ മുത്തശ്ശനെ പോലെ. എന്താ ശരിയല്ലേ? അച്ഛ അച്ഛ അതെ, ഒന്ന് മുറുകെ പിടിച്ചോ. വില്യം, നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം. എനിക്ക് ഒറ്റയ്ക്ക് കയറി വരാൻ കഴിയില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? നീ ആരെങ്കിലും സഹായത്തിന് വിളിക്ക്. പക്ഷെ പെട്ടെന്ന് വേണം വില്യം. മഴ നന്നായിട്ട് പെയ്യുകയാണെങ്കിൽ ഈ കുഴികൾ പെട്ടെന്ന് നിറയും. ഓ, ഞാൻ രാവിലെ പോയി അച്ഛനെ വിളിച്ചിട്ട് വരാം. വേണ്ട, ഗ്രാമത്തിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. അതിനുള്ള സമയമില്ല നമുക്ക്. ബില്ലി ഗോട്ട്. അത് ശരിയാവില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ ബില്ലി ഗോട്ട് ഇവിടെ എവിടെയെങ്കിലും ആട്ടുകൂട്ടുകളെ മേയിച്ച് നടക്കുന്നുണ്ടാവും. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. കാൽ പേടിക്കാതെ. ഇതുവഴി പോവാൻ സമയമായി. പീറ്റർ, ആ, പീറ്റർ. ഇവനെന്താ ഇവിടെ കാര്യം? കാലിന് സഹായം ആവശ്യമുണ്ട്. അവൻ അവിടെ ഒരു കുഴിയിൽ വീട് കിടക്കുകയാണ്. അവന് തിരികെ കേറാൻ പറ്റുന്നില്ല. നീ വന്നൊന്ന് കേറാൻ സഹായിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവിടെ പോകുന്നത് അപകടമാണെന്ന്. നമുക്കവരെ സഹായിക്കണം പീറ്റർ. പക്ഷേ ആളുകൾ ഇവരെങ്ങനെ കാറ്റിലടിയിലേക്ക് കൊണ്ടുപോകുന്നത്? അത് അതിന് വലിയ അപകടമാണെന്നേ. ഞാനവരെ താഴെ കൊണ്ടുപോവാം. നീ കാലിനെ സഹായിക്കേ. നിനക്ക് ഉറപ്പുണ്ടോ? എന്നാ ശരി, പക്ഷെ സൂക്ഷിച്ചു വേണം. എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതിന് വിളിക്കണേ. അപ്പൊ കണ്ടെത്താൻ എളുപ്പമാവും. വാ, വേഗം വാ. ഓ അങ്കിൾ, മിസ്റ്റർ ഡ്രൈവർ, ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. തീർച്ചയായും കയറി വരും. ഞാൻ ചായ ഇടാം. ഗോഡ് ഫ്രണ്ട്സ്, നീ ഇങ്ങോട്ട് വാ. നമുക്ക് വീട്ടിൽ പോണ്ടേ? എന്ത് പറ്റി ഗോഡ് ഫ്രണ്ട്സ്? വരൂ, നമ്മൾ അടുത്തെത്തി. നിനക്ക് ആവശ്യമുള്ള സമയം എടുത്തോ. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം. പെട്ടെന്ന് വാടാ ബില്ലി ഗോട്ട്. ഹേയ്, വില്യം, നിൽക്ക്. ഹേയ്, നീ എന്താ ചെയ്യുന്നത്? എനിക്കിത് ആവശ്യമുണ്ട്. വേണ്ട, അത് അപകടമാണ്. നീ പേടിക്കണ്ട. അത് വാ, പോവാം. വരൂ ഗോഡ് ഫ്രണ്ട്സ്, മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് താഴെ എത്തണം. നിന്റെ കുഞ്ഞ് ഇവിടെ വെച്ച് ജനിക്കാൻ പാടില്ല. അവസാനം നീ വന്നല്ലേ? നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മഴ കാര്യം എത്താറായി. ഞങ്ങൾക്ക് ആ പാലം വരെ പോകേണ്ടി വന്നു. കയറ് സംഘടിപ്പിക്കാൻ ടീച്ചർ വളരെ ബുദ്ധിമുട്ടി അതിന്. ആദ്യം നമുക്ക് ഇവിടെ പുറത്തു കൊണ്ടുപോയാം. മഴ ഇതിൽ എത്തിക്കഴിഞ്ഞു. ഒന്ന് നിൽക്ക. ഞങ്ങൾ തയ്യാറായി കഴിയുമ്പോ പറയാം. നിനക്ക് ഉടനെ മുകളിൽ വരാം. ഇപ്പൊ എന്ത് തോന്നുന്നു കാൾ? വില്യം, നീ കൂടി വന്നൊന്ന് പിടിക്ക. ഓക്കെ ആണോ വില്യം? അതെ പീറ്റർ. ഓക്കെ, ഞങ്ങൾ തയ്യാറാണ്. നീ കയറിക്കോ. ഹൈഡി, വേഗം. അങ്ങനെ തന്നെ. കാൾ, നീ ഓക്കെയാണോ? നന്ദിയുണ്ട് പീറ്റർ, നീ എന്നെ രക്ഷിച്ചു. ആരായാലും ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? ഇപ്പൊ ഹൈഡിക്കിന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പീറ്റർ, ഇനി ഞാൻ നിന്നെ ഒരിക്കലും ബില്ലി ഗോട്ട് എന്ന് വിളിക്കില്ല.
ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സൂക്ഷിച്ചു പോണേ. നമുക്ക് പിന്നെ കാണാം. ഉറപ്പായിട്ടും. ഹൈഡി, ടീച്ചർ ഹൈഡി, ടീച്ചർ എന്ത് പറ്റി ഹൈഡി? ഇവർക്ക് അടങ്ങാൻ പറ്റുന്നില്ല. കുഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. പിടിക്കുന്നു. ശരി, ഞാൻ ഒന്ന് നോക്കട്ടെ. നമുക്ക് ഇത്തിരി സമയം കൂടി ബാക്കിയുണ്ട്. പക്ഷെ കുഞ്ഞു ഉടനെ പുറത്തു വരും. കാണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് ആയി. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ഈ പേമാരിയിലെ കുഞ്ഞുവരെ പാടില്ല ഹൈഡി. നമുക്ക് മുത്തശ്ശിനെ പറഞ്ഞിട്ട് കൊണ്ടുപോകാം. അപ്പൊ മുത്തശ്ശിനെ സഹായിക്കും. വേഗം കേറും ആളുകളെ. കേറാൻ സമയമായി. മുത്തശ്ശ, കോർഫിക്സിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നു. മുത്തശ്ശ, അവർക്ക് എങ്ങനെയുണ്ട്? വേദന തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ കുഞ്ഞു വരാൻ പോവാണ്. ഇങ്ങോട്ട് വാ ഹൈഡി. ഇവരുടെ തലയിൽ തലോടി ആശ്വസിപ്പിക്കാം. എന്നിട്ട് ചേർത്ത് പിടിക്കാം. ഓക്കെ, ഇനി ഒരുപാട് താമസിക്കില്ല. നിനക്കൊരു കുഞ്ഞു വരാൻ പോവുകയാണ്. എല്ലാം ശരിയാവും. ഇതൊരു സുന്ദരിയാണാണ്. അതൊരു കുഞ്ഞു പെൺകുട്ടിയാണ്. അത്ഭുതമായിരിക്കുന്നു. അരുത് ഗോൾഫിൻസ്, അതിനെ തള്ളരുത്. അതൊരു കുഞ്ഞാണ്. ഇവള് കുഞ്ഞിനെ തള്ളുന്നതേ കുഞ്ഞ് ഇവിടുന്ന് വേഗം എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡി. അത് നടക്കാൻ പോവാണോ ഇത്ര പെട്ടെന്ന്? അതെ, അതാണ് ഇവള് ചെയ്യേണ്ടത്. കുഞ്ഞിന് ആരോഗ്യം ഉണ്ടോ എന്ന് അറിയണ്ടേ. നോക്കി, ഓ നീ ഇന്ന് വളരെ നല്ലൊരു കാര്യം ഹൈഡി ചെയ്തത്. അതുകൊണ്ട് നീ ആ കുഞ്ഞിന് പേരിടേണ്ടത്. ശരിക്കും? ഓ നീ വളരെ കുസൃതിയാണല്ലോ. എന്നാ നിന്നെ മിസ്റ്റിഫ് എന്ന് വിളിക്കാം. ശരി, മിസ്റ്റിഫ് അല്ലേ? നിനക്ക് ഞങ്ങളുടെ ഡാഫ്ലി കുന്നിലേക്ക് സ്വാഗതം. ജോസഫ്. ഓ മുത്തശ്ശ, ഗോൾഫിൻസിനൊരു കുട്ടിയുണ്ടായി. ശരിയാണോ? അവൾ സുഖമായി തീർന്നോ? അതെ, ഞാനാ കുഞ്ഞിന് പേരിട്ടത്. അവളുടെ പേര് മിസ്റ്റിഫ് എന്നാണ്. നിങ്ങളാണോ പ്രസവം എടുത്തത്? അതെ അങ്കിളെ. കൊള്ളാം, നല്ല കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യവതികളാണ്. താങ്ക് യു അങ്കിൾ. ഹൈഡി എന്നെ ഒരുപാട് സഹായിച്ചു. ദൂരെ ആയിരുന്നപ്പോൾ അവൾ ഒരുപാട് വളർന്നു. ശരി, ഹൈഡി ഇങ്ങോട്ട് വരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രാവിലെ നിന്നോട് ദേഷ്യപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. നീ എന്നോട് ക്ഷമിക്കില്ലേ? ഹൈഡി, എനിക്കെല്ലാം പഴയതുപോലെ നടന്നു പോകാനാണ് ഇഷ്ടം. നീ എന്ത് പറയുന്നു? അതിലേക്ക് ഞാൻ മിസ്റ്റർ ട്രൈബറെ കാണാൻ പോയിരുന്നു. നിന്നെ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രാമത്തിൽ വീട്ടിലേക്ക് താമസം മാറുകയാണ്, കൂടുതൽ സൗകര്യങ്ങൾക്കായി. സ്കൂളോ? മുത്തശ്ശിന് ഗ്രാമം ഇഷ്ടമല്ലല്ലോ. ഒരു മാറ്റത്തിന് സമയമായെന്ന് തോന്നുന്നു. പിന്നെ എന്റെ സഹായത്തിന് നീ എവിടെ ഉണ്ടല്ലോ. ഓ താങ്ക് യു മുത്തശ്ശ. അടുത്ത മഞ്ഞ
കുഞ്ഞുകാലം തൊട്ട് ഇത് മേശ പങ്കിടാൻ എനിക്കൊരാളായല്ലോ